അതേ വല്യമ്മയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കണത്. ഞാൻ മാത്രമല്ല, തേജും മാരിയും ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോണത്. അമ്മ പിന്നെ ഓൾറെഡി അവിടെ രാവിലെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സാരിയും കാര്യങ്ങളൊക്കെ ഇതൊന്ന് കഴുകിയിടാന്നും പറഞ്ഞിട്ടാണ് അമ്മ നിൽക്കണത്. ഉച്ചത്തെ ഫുഡ് എല്ലാവർക്കും അവിടെ നിന്നാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയ പാടെ തന്നെ ചെറുത് ഇതേ ആദർശിന്റെ ഒക്കെ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അമ്മമ്മ ഇതേ കിടക്കും. അമ്മമ്മക്ക് വയ്യാത്തോണ്ട് ഇത് അമ്മമ്മ നല്ല കെടുത്താനുണ്ടോ. അപ്പൊ ആദർശം എനിക്ക് ഇങ്ങനെ കെടുക്കലേ എന്നൊക്കെ പറയായിരുന്നു. പിന്നെ ഇത് മറ്റേ സർബത്തില്ലേ, അതാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ആരോ പറഞ്ഞത് മറ്റേതല്ലേ എന്ന്. ഇത് സംഭവം നന്നാരിക്ക് ഒഴിച്ച് സോഡയൊക്കെ ഒഴിച്ച് നാരങ്ങ പിഴിഞ്ഞ് കുടിക്കില്ലേ, സോഡാ സർബത്ത് എന്നൊക്കെ പറയില്ലേ, ആ സാധനമായിട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം അതേ ആദർശം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനത്തെ ഐറ്റംസ്, ജ്യൂസ് ഐറ്റംസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. അപ്പൊ ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ എല്ലാവരും ഇതേ കമ്പനി അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി കത്തിയടിച്ചിരിക്കട്ടോ. ഇവിടെ വന്നാലും അതേട്ടാ വല്യമ്മ ഓരോന്ന് കഴിക്കാതെ പറക്കി കൊടുന്നേരും കേട്ടോ. അപ്പൊ കുറച്ച് ഉപ്പിലിട്ട നെല്ലിക്കാട്ടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കുന്നത്. പിന്നെ എല്ലാവരും കൂടി കഴിഞ്ഞാൽ നമ്മുടെ തേജ് ആവട്ടെ എല്ലാവരുടെയും മെയിൻ ആരെ ഇവര് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടി ഇരിക്കട്ടെ. തേജ് വേണമെങ്കിൽ അതിനൊപ്പത്തിനൊപ്പം നിൽക്കും ചെയ്യും കളിക്കാൻ. അടി കൂടുന്നതിന്റെ ഇടയ്ക്ക് ചേട്ടനും മുണ്ടൊക്കെ തേജ് വലിച്ചൂരിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൈയും കാലൊക്കെ കെട്ടിപ്പൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പണ്ടേ ഇവിടെ എല്ലാവരും കൂടിക്കഴിഞ്ഞ് ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം ചേട്ടന്മാരുടെ വരാന്ന് പറയുന്നത് ഞാനും ആര്യയൊക്കെ ആടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കുക തല്ലൂടുക അതിനൊക്കെ ആട്ടെ. അപ്പൊ ഞങ്ങൾക്ക് ഒരു ആശ്വാസമായിട്ട് കേട്ടോ. ഞങ്ങളതിനെ ഒതുക്കിയിട്ട് ഇതിപ്പോ നമ്മുടെ മക്കളുടെ കൂടെ ആയിട്ട്, അതായത് തേജു ആട്ടപ്പം മെയിൻ ആയിട്ട്. അങ്ങനെ തേജുവിനെ അതേ കൊണ്ട് കളയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോവാണ്. പക്ഷെ ഇവിടെ തേജു വരാൻ മോനെ അതൊന്നൊക്കെ അതേ ഓവർകം ചെയ്ത് വന്ന് ആ മുണ്ട് ഇതേ ചേട്ടന്റെ തലയിൽ ചുറ്റാനായിട്ടാണ് നോക്കണത്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ വിഷ്ണേട്ടൻ വന്നിട്ട് മതി പറഞ്ഞിട്ട് എടുത്തു കൊണ്ടുപോവുക ചെയ്തത്. പിന്നെ നിഷ അതേ ഇവിടെ സ്പെഷ്യൽ പായസമൊക്കെ ഞങ്ങൾക്ക് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ചോറിന് പായസം കൂടി ആക്കാന്നും പറഞ്ഞിട്ട് അങ്ങനെ എന്റെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഇത് നിഷയ്ക്കും കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് നോണാണ് കേട്ടോ. മീൻകറിയും കാര്യങ്ങളും അമ്മ വന്നിട്ട് നല്ലൊരു സ്പെഷ്യൽ മീൻകറി അമ്മയുടെ വക വെച്ചിട്ടാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ ഓരോരുത്തരും ഓരോന്ന് സ്പെഷ്യൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആദു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തേജപ്പന് നെയ്ച്ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ ആദു ഇതേ വീട്ടിൽ നിന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ചോറും പപ്പടും പിന്നെ അച്ചാറ് പുളിഞ്ചി പിന്നെന്താ ബീഫ് ഉണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ സ്പെഷ്യൽ മീൻകറി ഇട്ട്. ഈ ഒരു മീൻകറി എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി, നല്ല രസം ഉണ്ടായിരുന്നു. അമ്മ പല ടൈപ്പിൽ മീൻകറി വെക്കുന്ന ആളാട്ടോ എൻ്റെ അമ്മ. ഏത് തരത്തിൽ വേണമെങ്കിലും പുളിങ്കറി ആയിട്ടും തേങ്ങ അരച്ചിട്ടും പല രീതിക്ക് വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പലതിനും പല ടൈപ്പ് ടേസ്റ്റ് ആണ് കേട്ടോ വരാറ്. പിന്നെ വിനീതേട്ടനാണ് നമ്മുടെ കൂട്ടത്തിലെ വൻ കോമഡി ഇട്ട. കാരണം ഓരോ കോപ്പറേറ്റുകൾ കാട്ടാൻ വിനീതേട്ടനെ കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ. പിന്നെ വീണ്ടും ഇതേ നമ്മുടെ തേജപ്പന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കുത്തി ഇളക്കുന്നുണ്ട്. പിന്നെ കുറെ നേരം ഞങ്ങൾ ഫുഡ് അടി കഴിഞ്ഞിട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു ചെറുതായിട്ടൊന്ന് ഉറങ്ങാൻ വേണ്ടി കിടന്നു. അപ്പൊ ഈ ഒരു സോഫയിൽ ഞാനും കിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തലവെച്ച് കിടന്നിട്ടായിട്ട് ഉറങ്ങിയത്. അങ്ങനെ ചെറുതായിട്ടൊരു ഉറക്കം കഴിഞ്ഞ് എനിട്ടിട്ട് കിടക്കുന്ന കോലാണിത്. ഞാനൊന്ന് തല പൊക്കി നോക്കിയപ്പോൾ തേജപ്പൻ തലക്കാൻ പാത്തിരുന്ന് നല്ല കളിയാണ്. ഇവരൊക്കെ ഇത് ചായ കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകിട്ട്. പിന്നെ വേഗം തന്നെ നമ്മൾ വീട്ടിലേക്ക് പോട്ടെ ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്കും കൂടി പോണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ബൈ.